നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ചില മുദ്രാവാക്യങ്ങൾ പറയാം. അതിൻ്റെ സിറ്റുവേഷൻസ് ഒന്ന് അറിയുന്നവർ കമന്റ് ചെയ്യണേ. ഒന്നാമത്തെ മുദ്രാവാക്യം, പപ്പടം കാച്ചാൻ പത്തീസം, കേക്ക് മുറിക്കാൻ പത്തീസം, ഞാക്കെന്താ രണ്ടീസം. അതിൻ്റെ വേറൊരു വേർഷൻ പറയുന്നത് എന്താ വെച്ചാലേ, പപ്പടം കാച്ചാൻ പത്തീസം, കേക്ക് മുറിക്കാൻ പത്തീസം, മൂരീനെ തിന്നാൻ രണ്ടീസം. പിന്നെ അടുത്തത്, പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ. പിന്നൊന്ന്, പൊരുതി നേടി പാകിസ്ഥാൻ, ചിരിച്ചു നേടും ഹിന്ദുസ്ഥാൻ. അടുത്തത്, 21 അറക്കവാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. പിന്നത്തേത്, 2 കെട്ടും 4 കെട്ടും നമ്പൂരിയാരെ ഓളയും കിട്ടും. പിന്നെ ഇപ്പൊ നമ്മൾ അടുത്ത് കേട്ട ഒന്നാണ്, അരിയും മലരും വാങ്ങിച്ചോ, കുന്തിരിക്കം വാങ്ങിച്ചോ, വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ. നമ്മൾ പ്രബുദ്ധ രാഷ്ട്രീയ കേരളത്തിലായതുകൊണ്ട് നമ്മളൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഇത് ഏത് അന്തരീക്ഷത്തിലാണ് കേട്ടതെന്നും അറിയാം. അറിയുന്നവരെ ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പോൾ മതേതരരെ, ഇതിലേ നമുക്ക് ഓണത്തിന് പാൽപ്പായസം വെക്കണോ, സേമിയ പാലും പഞ്ചസാരയും ഇട്ട് വെക്കണോ, അതോ വെല്ലം ഇട്ട് വെക്കണോ, അതോ പഴം പ്രഥമൻ വെക്കണോ, ചെറുപയർ പ്രഥമൻ വെക്കണോ എന്ന് ചർച്ച ചെയ്യാം. മതേതരരെ വരൂ, പ്രബുദ്ധരെ വരൂ. പിന്നെ പൂവിടുന്നത് ഓഫീസിനുള്ളിൽ വേണോ, പുറത്ത് പോർച്ചിൽ മതിയോ, റോഡിന്റെ മുകളിൽ വേണോ എന്നൊക്കെ മുഖ്യമന്ത്രി പറയും. മതേതരരെ നമുക്ക് അനുസരിക്കാം. അതുപോലെ ക്രിസ്മസിന് വരൂ, പുലർകാലങ്ങളിൽ നമുക്ക് മുന്തിരിത്തോപ്പുകളിലേക്ക് പോകാം. എന്നിട്ട് മുന്തിരി വള്ളികൾ തളിർത്തോ പൂത്തോ എന്നൊക്കെ നോക്കാം. അതൊന്നും വേണ്ട, നമുക്ക് അവിടുന്ന് 4 മുന്തിരി പറിച്ചിട്ട് ഈ കേക്കിന്റെ മുകളിൽ ചെറിയൊക്കെ വെക്കുന്ന പോലെ അങ്ങനെ വെച്ച് അലങ്കരിക്കാം. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നമ്മളെ മക്കള് ഇത് പൊരേ കുത്തർന്ന് തിന്നണോ, സ്കൂളിൽ കുത്തർന്ന് തിന്നണോന്ന് ഉസ്താദ് തീരുമാനിക്കും, സമസ്ത തീരുമാനിക്കും. അതാണ് ഇപ്പൊ കേരളത്തിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. അതിന് മൊത്തത്തിൽ മതേതര അന്തരീക്ഷം എന്ന് പറയും. സമസ്ത പറഞ്ഞിരിക്കുന്നു, ഉസ്താദുമാര് പറഞ്ഞിരിക്കുന്നു, നിങ്ങള് സ്കൂൾ സമയം എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ മദ്രസയെ തൊട്ട് കളിക്കരുതെന്ന്. അതായത് നിങ്ങൾ വേണമെങ്കിൽ ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും ഒക്കെ വെട്ടിക്കുറച്ചോ, പക്ഷേ ഞങ്ങളെ മദ്രസ സമയം തൊട്ട് കളിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ വഴിക്ക് പോയിക്കോ, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വോട്ട് കുത്തി പേടിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ അത്ര മോശപ്പെട്ട സമുദായമൊന്നുമല്ല. പേടിപ്പിക്കേണ്ടടുത്ത് പേടിപ്പിക്കാൻ ഞങ്ങൾക്ക് നല്ലോണം അറിയാന്ന് ഒരു ഉസ്താദ് വളരെ നല്ല നട്ടലോടെ തലയുയർത്തി തലക്കെട്ടും കെട്ടി പറയുന്നത് നമ്മൾ ചാനലിൽ നോക്കി കണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ മതേതര അന്തരീക്ഷം എന്ന് പറയുന്നത്. ഞാനേ ആലോചിക്കുകയാണേ, നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ഈ വെള്ളിയാഴ്ച 9:30 ബെല്ലടിക്കുമെന്നും പറഞ്ഞിട്ട് രാവിലെ ഒരു കാക്കക്കുളിയും കുളിച്ച് ഓടി ഓട്ടേ. എന്തിനു വേണ്ടിയിട്ട്? കർക്കിടക മാസമാണോ നോക്കിയിട്ടില്ല, മഴക്കാലം, ഡിസംബറിലെ മഞ്ഞാണോ, മരം കോച്ചുന്ന തണുപ്പാണ്, അതും വയനാട്ടിലൊക്കെ എമ്മാതിരി തണുപ്പാ, വയലിൽ കൂടിയൊക്കെ ഓടുന്ന ഓട്ടെന്താ? 9:30 ബെല്ലടിക്കും. പാഞ്ഞ് കിതച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് അധികവും ബെല്ലടിച്ചിട്ടുണ്ടാവും. എന്ത് കാര്യത്തിനായിരുന്നു? മതേതര സംരക്ഷിക്കാനായിരുന്നു. നിങ്ങൾ അറിഞ്ഞില്ല അത്? നമ്മൾ വിചാരിച്ചത് എന്താ, ഉച്ചയ്ക്ക് 12:30 വിടുമ്പോൾ കണ്ടോന്റെ കണ്ടി പോയി മാങ്ങ ഉറക്കാലോ എന്ന്. അതൊന്നല്ല, നമ്മളെ മതേതരം നമ്മൾ സംരക്ഷിച്ചതായിരുന്നു. 9:30 നമ്മൾ ചെന്നിട്ട് വേണം 12:30 വെള്ളിയാഴ്ച ബെല്ലടിച്ചിട്ട് പള്ളി പോവാൻ. ആർക്കോ ആരുടെയോ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓടിയ ഓട്ടം നമ്മുടെ കേരളത്തിന്റെ മതേതരത്തെ നമ്മൾ സംരക്ഷിച്ചു പിടിച്ചുട്ടോ. നമ്മളൊന്നും ഒട്ടും മോശക്കാരല്ല. ഇന്നലെയോ മറ്റോ ശ്രീ MV ഗോവിന്ദൻ ഉസ്താദുമാരെ കാണാൻ പോയിരുന്നു സ്കൂൾ സമയത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ. നിങ്ങളൊന്ന് സമ്മതിച്ചു തരുമോ? ഞങ്ങൾ ഈ പറയുന്നൊക്കെ ഒന്ന് കേൾക്കുവോ? ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മതനിരപേക്ഷരാന്ന് പറഞ്ഞ് സമൂഹത്തിലേക്ക് പോണ്ടല്ലേ എന്നൊക്കെ പോയി കാല് പിടിച്ചു നോക്കി. എവട്ടെ, അവര് പറയുന്നൊക്കെ സമ്മതിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു എന്നാണ് വാർത്ത. ഏതായാലും ഇനിയിപ്പോ നമുക്ക് ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും ഒക്കെ ഉണ്ടോ ആവോ, ഉസ്താദ് തീരുമാനിക്കും. അതാണിപ്പോ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ വന്ന് എന്തായി,
എല്ലാം കൂടെ കാശ്മീരിനേക്കാളും കഷ്ടമായി കേരളം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ ഹിന്ദു നാമധാരികളും ഹിന്ദു സന്യാസികളുടെ വസ്ത്രം ധരിച്ചവരുമൊക്കെ ആയ മുസ്ലിം ഭീകരരെയാണ് അത്രേ പിടികൂടുന്നത്. ഇനിയിപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്താണോ എന്തോ. അതിന് ഇവിടെ എന്താ വെച്ചാൽ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയല്ലേ ഉള്ളൂ. ബംഗ്ലാദേശി ഭീകരനൊക്കെ ഇവിടെ ID കാർഡ് ഉണ്ടാക്കി കൊടുത്ത് ബാങ്ക് അക്കൗണ്ടും ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മളിവിടെ മതേതരം സംരക്ഷിക്കുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് ആരാ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടല്ലോ. പേടിപ്പിക്കുമ്പോൾ പേടിക്കാൻ നിന്നുകൊടുത്തത് ആരാ? VD സതീശന്റെയും MV ഗോവിന്ദന്റെയും പാർട്ടികൾ. അവർക്ക് വോട്ട് വേണം. അപ്പം ന്യൂനപക്ഷം വിറപ്പിക്കുമ്പോൾ ഇങ്ങനെ വിറയ്ക്കും. വിറച്ചിപ്പം എന്തായി? ഞങ്ങൾ 30% എത്തിയിട്ടുണ്ട്, ഇനി ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്നായി. അതാണ് അവസ്ഥ. അപ്പോൾ മതേതര ജന്തുക്കളെ ഇതിലേ രാഷ്ട്രായ സ്വാഹ ഇദം നമമ.